ഹായ് ഹലോ, ഇപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ നന്ദയും ഗൗതമും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇപ്പോൾ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവർ ഒരു വർഷത്തിന് ശേഷമാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് അവിടെ ഗൗതമിനൊരു ദൗത്യം വരികയും അങ്ങനെ തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള സൂരജ് എന്ന് പറയുന്ന ആദിത്യൻ മരിച്ചു പോവുകയും അങ്ങനെ തൻ്റെ സുഹൃത്തായിട്ടുള്ള ആമിയാണ് താൻ കൊല്ലാൻ പോയ അഭിരാമി എന്നുള്ള അഖില എന്നുള്ള സത്യം ഗൗതം തിരിച്ചറിയുവാണ്. അങ്ങനെ അതിന് മുന്നോടിയായിട്ടാണ് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഗൗതം നേരിടേണ്ടി വന്നത്. എന്നാൽ ആ ഒരു കാര്യങ്ങളും ആ ഒരു രഹസ്യങ്ങളൊന്നും ഗൗതമിന് മറ്റുള്ളവരോടൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഗൗതം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും ഗൗതമിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ആ ഒരു മാവോയിസ്റ്റുകളിൽപ്പെട്ട ആളാണ് ആമി എന്ന സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗതം ആമിയെ രക്ഷിക്കാനായിട്ട് തയ്യാറാവത്തില്ല. നമ്മുടെ നന്ദ തയ്യാറാവത്തില്ല. അതുകൊണ്ട് തന്നെ ഗൗതം ഈ ഒരു സത്യം പറയാതിരിക്കുവാണ്. പക്ഷെ ഈ ഒരു സത്യം പറയാതിരിക്കുന്നതിന്റെ കൂടെ ഗൗതമിന്റെ ജീവിതമാണ് അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇന്ത്യവരത്തിൽ തന്നെ ഈ ഒരു പേരും പറഞ്ഞിട്ട് അഭിരാമി എന്ന് പറയുന്ന ഒരു കോള് വിളിച്ചിരുന്നു ഗൗതമിനെ. അതിനുശേഷമാണ് ഗൗതം പോയതെന്നും എന്നാൽ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ഇന്ത്യവരത്തിൽ വലിയൊരു പൊട്ടിത്തെറികളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അഭിരാമി വിളിച്ചിട്ടാണ് ഗൗതം പോയത് എന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് പിങ്കിയാണ്. അവിടെ നന്ദയെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ പിങ്കി പല വട്ടം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അഭിരാമിയും കൂടി തനിക്കൊരു എതിരാളിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും തൻ്റെ ജോലി കൂടും എന്നുള്ളൊരു ചിന്തകളാണ് പിങ്കിയുടെ മനസ്സിൽ. അതിനുള്ള സാധ്യതകളാണ്. അങ്ങനെയാണ് പിങ്കി നന്ദയെ രക്ഷിക്കാൻ വേണ്ടി നന്ദയെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്നത്. കാരണം അഭിരാമി ആരാണെന്ന് അറിയണം. തനിക്ക് വാക്ക് തന്നതിന് ശേഷം നന്ദയെ സ്വന്തമാക്കി ഇപ്പൊ നന്ദയും തകർത്തുകൊണ്ട് അഭിരാമിയെ സ്വന്തമാക്കാനുള്ള ഒരു പുറപ്പാടിലാണോ ഗൗതം എന്നുള്ള ഒരു ചിന്തകളും പിങ്കിയുടെ മനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അഭിരാമി ആരാണ് എന്താണ് എന്നുള്ള സത്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് അവിടെ പിങ്കി. അങ്ങനെ അതിൻ്റെ മുന്നോടിയായിട്ടാണ് അവിടെ ഓരോ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് ഗൗതമും ആമിയും കൂടി ഹോസ്പിറ്റലിലുള്ള കാര്യം പുഷ്പൻ കാണുന്നത്. അപ്പോൾ പുഷ്പൻ ഈ ഒരു വിവരം പിങ്കിയെ അറിയിക്കുകയും അങ്ങനെ പിങ്കി നേരെ നന്ദയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നന്ദ അവിടെ പറഞ്ഞത്, ഞാൻ അഭിരാമിയെ കുറിച്ച് എത്രയൊക്കെ ചോദിച്ചാലും ഗൗതം സാർ ഒന്നും പറയാനായിട്ട് തയ്യാറാവില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് നന്ദയുടെ ഭാഗത്ത് നിന്ന് ഉത്തരം വന്നത്. അപ്പോൾ നമ്മൾ ഗൗതമിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനുശേഷം ഗൗതം ഉത്തരം പറയുന്നത് വരെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് അവിടെ പിങ്കി പറഞ്ഞിരുന്നത്. ആ ഒരു സമയത്താണ് പുഷ്പന്റെ കോള് പിങ്കിക്ക് വരുന്നത്. ഗൗതമും മറ്റൊരു പെൺകുട്ടിയുമായിട്ട്, ആ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നും അവളുമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ എന്നുള്ള ഒരു കാര്യം അവിടെ പുഷ്പൻ പിങ്കിയെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ അതേ സമയം തന്നെ നന്ദയെ പിങ്കി അറിയിക്കുകയും എന്നിട്ട് നമ്മൾ ഇനി കാത്തിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത്രയും നേരം ഗൗതം എവിടെയാണ് അല്ലെങ്കിൽ ആരാണ് അഭിരാമി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ ഗൗതം എവിടെയുണ്ടെന്നും ആരെ കൂടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനെ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മൾ ഇനി ഒരു അവസരം പോലും പാഴാക്കരുത്, ഒരു നിമിഷം പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നന്ദയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന പിങ്കിയാണ് ഇപ്പോൾ നന്ദയ്ക്ക് വേണ്ടിയിട്ട് നന്ദയുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. അങ്ങനെ പിങ്കി നന്ദയും കൂടി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ ഒരു സത്യം വേറെ ആരോടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പിങ്കി നന്ദയും കൂടി ഹോസ്പിറ്റലിലോട്ട് എത്തി. അങ്ങനെ അവിടെ ഗൗതമിനെ അന്വേഷിക്കുവാണ്. പക്ഷേ അവിടെ ഗൗതമും ആമിയും കൂടിയുള്ള സത്യം അവിടെ നന്ദ മനസ്സിലാക്കുകയും എന്നാൽ ഈ ഒരു പെൺകുട്ടി ആരാണെന്നുള്ള ചോദ്യത്തിന് ഗൗതം കറക്റ്റായിട്ടുള്ള ഉത്തരം പറയാത്തത് കൊണ്ട് തന്നെ അവിടെ ഗൗതമിനെ സംശയിക്കുകയാണ് നന്ദ ചെയ്തത്. അതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചെറിയൊരു വഴക്കും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പിങ്കിയുടെ ആ ഒരു എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം കൂടി ആയപ്പോഴത്തേക്കും എല്ലാം അവിടെ വെച്ച് തന്നെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വലിയൊരു പൊട്ടിത്തെറികളും കലഹങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അവസാനം പിങ്കിയും നന്ദയും കൂടി അവിടുന്ന് ദേഷ്യത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത്. അവരെ സമാധാനിപ്പിക്കാനൊന്നും ഗൗതമിന് സാധിക്കുന്നു പോലുമില്ല. ഇതിന്റെ കൂടെ തന്നെ ഇതുവരെയും താൻ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഗൗതം സാർ താൻ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും തൻ്റെ ഒരു മനസ്സിൽ ഒരു കോണിൽ
അത്രത്തോളം സ്നേഹം കൊടുത്തിരുന്ന ആളാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് നന്ദയുടെ മനസ്സിൽ കയറി പറ്റിയത്. അതുകൊണ്ട് തന്നെ ഗൗതം കെട്ടിയ താലി നന്ദ ഊരി ഗൗതമിന്റെ കയ്യിൽ കൊടുക്കുകയും ഒരു ഗാർഡിയൻ മാത്രമാണെന്നുള്ള രീതിയിൽ നന്ദ മുന്നോട്ട് പോവുകയാണ്. ഇനി ഗൗതം തന്റെ ഭർത്താവല്ല എന്നുള്ള രീതിയിലാണ് നന്ദയുടെ നീക്കം. അങ്ങനെ ഗൗതം കെട്ടിയ താലി നന്ദ ഊരി ഗൗതമിന്റെ കയ്യിലൊക്കെ കൊടുത്തതിന് ശേഷമാണ് നന്ദ അവിടെ ഇറങ്ങി പോകുന്നത്. ഇതിന് മുന്നോടിയായിട്ട് ഇന്ത്യവരത്തിൽ വലിയൊരു പൊട്ടിത്തെറികളും കലഹങ്ങളും കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഗൗതം പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ പിങ്കിയും ഗൗതമിനെ ഒരുപാട് പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നന്ദയും ഒരുപാട് ഗൗതമിനെ കുറ്റപ്പെടുത്തുവാണ്. അവിടെ എല്ലാവരും ഗൗതമിനെ കുറ്റപ്പെടുത്തുമ്പോഴും സത്യം തുറന്നു പറയാനായിട്ട് ഗൗതം തയ്യാറാവുന്നില്ല. കാരണം അവിടെ ആമി ഒരു മാവോയിസ്റ്റ് ആണ്, ഈ ആമിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്നുള്ള സത്യം അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയൊരു കലഹം തന്നെ അവിടെ ഉണ്ടാകും. ഒരിക്കലും ആരും അത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവര് ഇതിന് ഈ ഒരു പ്രശ്നത്തിൽ ആരോടും സത്യം പറയാത്തത്. എന്നാൽ അത് മാത്രമല്ല, ആമിയെ ഇനി പോലീസ് കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതും ഗൗതമിനെ തടയാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും എന്തായാലും ഈ ഒരാഴ്ച വളരെ നിർണായകമാണ്. ഗൗതമിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഗൗതമും നന്ദയും കൂടി ഒന്നിക്കുമോ അതോ ഇവിടം കൊണ്ട് പിരിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന എപ്പിസോഡാണ് ഈ ഒരാഴ്ച മുഴുവൻ കാണാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണുക. എന്തായാലും എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? ഗൗതം ചെയ്യുന്നത് ശരിയാണോ? ഗൗതമിന്റെ ഫ്രണ്ടാണ് ആമി, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഗൗതം തന്റെ സുഹൃത്തായതുകൊണ്ടാണ് ആമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. അതെല്ലാം ഓക്കെയാണ്. കാരണം ആമി ഒരു ഗർഭിണിയാണ്. അപ്പോൾ ഒരിക്കലും ഒന്നും അറിയാതെ പിറക്കുന്ന കുഞ്ഞ് ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയാണ് ഗൗതമിന്. എന്നാൽ ഗൗതം ഈ ഒരു സത്യം ആരോടും പറയാതെ അവിടെ മൂടി വെക്കുന്നതും നന്ദയെ ചതിക്കുന്നതും ശരിയാണോ? നന്ദ ഇപ്പോ ഗൗതമിനോട് കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ശരിയാണോ? ഇതിന് മുന്നോടിയായിട്ട് ഇനി നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം തകരുമോ? അവര് തമ്മിൽ പിരിയുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ.